ഹായ് ഫ്രണ്ട്സ്, ഡ്രാക്സരീനയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു വെഹിക്കിൾ റിവ്യൂ തന്നെയാണ്, പക്ഷേ ടോയ് റിവ്യൂ ആണ്. ഇതിനു മുമ്പ് നമ്മളൊരു റിമോട്ട് ആർ സി കാറിൻ്റെ റിവ്യൂ ചെയ്തായിരുന്നു. അതിന് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അതുകൊണ്ടാണ് വീണ്ടും ഒരു ടോയുടെ റിവ്യൂ ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു ഫയർ ട്രക്കും ആംബുലൻസും ആണുള്ളത്. ഇതിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ. അത് നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഓൾറെഡി ബോക്സ് ഓപ്പൺ ചെയ്തു, അതാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ രണ്ട് ഐറ്റംസ് ഇങ്ങനെ കോംബോയിൽ കിട്ടുന്നതാണ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഇത് 598 രൂപയായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിൽ ഫയർ ട്രക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു പാക്കേജിങ് വരുന്നത്. ബാക്കിൽ നിന്ന് ഇവിടെ കുറച്ച് ഓപ്പൺ ചെയ്തപ്പോൾ പോയതാണ്. ഇതിനകത്ത് MRP കിടക്കുന്നത് 378 ആണ്. പക്ഷേ നമുക്ക് രണ്ടും കൂടെ കോംബോ 598 ഓൺലൈൻ കിട്ടി കേട്ടോ. ഡ്യൂറബിലിറ്റി, പുൾ ബാക്ക് ആക്ഷൻ. ഈ പുൾ ബാക്ക് ആക്ഷൻ എന്ന് പറയുന്നത് അത് പറയാം, ഇതിൻ്റെ ഫയർ ട്രക്കിനെ കുറിച്ച് പറയുമ്പോൾ പറയാം. നോ ഷാർപ്പ് അഡ്ജസ്റ്റ്, റിയലിസ്റ്റിക് ബോഡി ഗ്രാഫിക്സ്, ഓക്കെ, അതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ എഴുതിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ആംബുലൻസിനെ എടുത്തു കഴിഞ്ഞാൽ ആംബുലൻസിൻ്റെ ഫ്രണ്ടിലൊന്നുമില്ല, ബാക്കിൽ ഇതിൽ കുറച്ചും കൂടെ നല്ലൊരു ആംബുലൻസാണ് എനിക്കിതിൽ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. കാരണം ഇതിൽ അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് അവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് അവർ എഴുതിയിരിക്കുന്ന നമുക്ക് ഓപ്പണബിൾ ടെയിൽ ഗേറ്റ് ഉണ്ട്, ഡിറ്റാച്ചബിൾ സ്ട്രക്ചറാണ്, സലൈൻ സ്റ്റാൻഡ്, ഓക്സിജൻ സിലിണ്ടർ, പുൾ ബാക്ക് ആക്ഷൻ. കുറച്ച് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ആംബുലൻസ് എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് ആംബുലൻസിനുള്ളത്, പിന്നെ ആംബുലൻസിൻ്റെ സിറ്റിസൺ ഡ്യൂട്ടീസ് ടുവേർഡ്സ് ആംബുലൻസ് ഓൺ എമർജൻസി കോൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അതിൻ്റെ ഫോട്ടോസ് ചെയ്ത് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ MRP ഇതിൽ വന്നിരിക്കുന്നത് 362 റുപ്പീസാണ്. ഇനി നമുക്കിത് പാക്കറ്റ് മാറ്റിയിട്ട് ആദ്യം നമുക്ക് ഫയർ ട്രക്ക് നോക്കാം, എന്നിട്ട് ആംബുലൻസ് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫയർ ട്രക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ എമർജൻസി വെഹിക്കിളെന്ന് കാണിക്കുന്ന ഫ്ലാഷിംഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡ്രൈവറിനെ അവർ അകത്ത് കാണിച്ചിട്ടുണ്ട്, ഡ്രൈവറിനെ ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീലൊക്കെ ഡീറ്റെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അകത്തെ സീറ്റുകൾ ഡീറ്റെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ സൈഡിൽ വന്നാലും അവിടെ കണ്ട സെയിം ഗ്രാഫിക്സ് തന്നെയാണ് ഇവിടെയും ചെയ്തേക്കുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല. മുകളിലായിട്ടൊരു ലാഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാങ്കിൽ വെള്ളം നിറയ്ക്കാനുള്ള ടാങ്ക് ഓപ്പൺ ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ അവർ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് അതിനിടയിലായിട്ട്. അത് ഫങ്ഷനിലൊന്നും അല്ലെങ്കിൽ ഈ ലൈറ്റും കത്തത്തൊന്നുമില്ല, ജസ്റ്റ് ഒരു പുൾ ബാക്ക് ടോയാണ്. പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇത് പക്ഷേ എൻ്റെ പുൾ ബാക്ക് ചെയ്ത കുറച്ച് പെട്ടെന്ന് കേടായിപ്പോയി. വലിയ വർക്കാവുന്നില്ല എൻ്റെ പുൾ ബാക്ക്. വലിച്ചു വിടാനുള്ള സംഭവം ഒരുവിധം വലിപ്പീരായിപ്പോയെന്ന് പറയാം. ഇതാണ് ഫയർ ട്രക്കിന് അങ്ങനെ ഡോർ ഓപ്പണിങ്ങോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഫയർ ട്രക്കിൻ്റെ അടിവശം ഇതാണ്. എന്തായാലും പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി ആയാലും എല്ലാം നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്. സൈഡ് മിററും എല്ലാം ഡീറ്റെയിലിംഗ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ORVMs ഒക്കെ. എന്തായാലും ഞാൻ പറയട്ടെ, ഫയർ ട്രക്കിനെക്കാട്ടി എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആംബുലൻസാണ്. അടുത്തായിട്ട് ആംബുലൻസ് കാണിക്കാം. ഇതാണ് നമ്മുടെ ആംബുലൻസ് ഒരു 4 സീറ്റർ ട്രാവലറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, ഒരു മിനിയേച്ചർ. വീൽ കപ്പായാലും എല്ലാ ഡീറ്റെയിലിംഗ് ഇവിടെ സ്റ്റിക്കറിങ് വരുന്നത്. മുകളിലത്തെ ലൈറ്റ്സ്, എമർജൻസി ഫ്ലാഷിംഗ് ലൈറ്റ്, ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ മെഡിക്കലിൻ്റെ സൈൻ കൊടുത്തിട്ടുണ്ട്, നമ്പർ പ്ലേറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, എല്ലാ ഡീറ്റെയിൽസും അവർ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഡോർ ഹാൻഡിൽസ്, ORVM, ഫ്യൂൽ ലിഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റിയർ ഡോർസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. റിയർ ഡോർസ് കുറച്ച് ശ്രദ്ധിച്ച് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ഒരു കൈ വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഈ ഒരു ഡോറ് 2 വട്ടം ഒരു കയ്യിൽ വന്നായിരുന്നു. വീണ്ടും ഫിക്സ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ബ്രോക്കണൊന്നും ആയില്ല. ക്വാളിറ്റി ഓഫ് പ്ലാസ്റ്റിക് നല്ല ക്വാളിറ്റിയാണ്. ഇതാണ് വണ്ടിയുടെ അടിഭാഗം എന്ന് പറയുന്നത്. ഇവിടെയും സൈലൻസറും കാര്യങ്ങളുമൊക്കെ പോയേക്കുന്ന പൈപ്പിങ്സും ഒക്കെ കുറച്ച് ഡീറ്റെയിലിംഗ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അകത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രക്ചർ കാണാൻ പറ്റും. എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സ്ട്രക്ചർ നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആംബുലൻസിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഈ സ്ട്രക്ചറിൻ്റെ ഡീറ്റെയിലിംഗ് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇവിടുത്തെ സൈഡ് റെയിലിങ്സ്, പിന്നെ ഹെഡ് റെസ്റ്റ്, പിന്നെ ക്യാരി ചെയ്യാനുള്ള ഈ ഹാൻഡിൽസ് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്.
പിന്നീട് വണ്ടിയുടെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അകത്ത് നിങ്ങൾ റൈറ്റ് സൈഡിൽ കണ്ടോ നമ്മുടെ ECGയുടെ പോലത്തെ അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ECGയുടെ ഇത് കാർഡിയാക് മോണിറ്റർ ECG അതിൽ മോണിറ്റർ ചെയ്യുന്നതായിട്ടുള്ളത് കാണിച്ചിട്ടുണ്ട്. നേഴ്സിനായാലോ ടെക്നീഷ്യനായാലോ ഇരിക്കാനായിട്ടുള്ളൊരു സീറ്റ്, 2 ഓക്സിജൻ സിലിണ്ടേഴ്സ്, IV സ്റ്റാൻഡ്, സൈഡിൽ അറ്റൻഡേഴ്സിന് പേഷ്യൻ്റ് റിലേറ്റീവ്സിനൊക്കെ ഇരിക്കാനായിട്ടുള്ള ഒരിത്, പിന്നെ ഫ്രണ്ടിലോട്ടുള്ളൊരു ഗ്ലാസ്, ഈവൻ ഡ്രൈവർക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്ന് കാണാൻ പറ്റുന്ന ഒരു ഗ്ലാസ് എല്ലാം. എന്നിട്ട് റൂഫ് ആയാലും നല്ല ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ ആംബുലൻസ് എനിക്ക് നല്ല വർത്തായിട്ട് തോന്നി. അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ പുഷ് ബാക്ക് ആക്ഷന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇത് നല്ലതുപോലെ തന്നെ പുഷ് ബാക്ക് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു കോംബോ പാക്കിൻ്റെ റിവ്യൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ ഈ ടൈപ്പുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ട്രാക്സ് സൈനിങ് ഓഫ്.